എറണാകുളം പാരിയത്തുകാവിൽ കോടതി ഉത്തരവ് നടപ്പാക്കിയാലുള്ള 8 കുടുംബങ്ങളും വഴിയാധാരമാകില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കും. സമവായത്തിന് സർക്കാർ ശ്രമിച്ചുവെന്നും ഇരു കൂട്ടരുമായും ചർച്ച നടത്തിയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കുടിയിറക്കലിനെതിരായ ജനകീയ പ്രതിരോധം തുടരാനാണ് CPIM തീരുമാനം. എറണാകുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ലെന്നും ദളിത് കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പ്രഖ്യാപനം. 1957 തുടങ്ങിയതാണ് കുടി ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഓർഡിനൻസ് നിയമവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവൺമെന്റ് സമീപനം. അത് ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഭൂമിയാകെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം 1970 മുതൽ ശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞു. 1969 ഗവൺമെന്റ് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇവിടെ കേരളത്തിന് അനുവദിക്കുന്ന പ്രശ്നമില്ല. കോടതി വിധി നടപ്പാക്കേണ്ടി വന്നാലും ആരും വഴിയാധാരമാകില്ലെന്നും പുനരധിവാസം ഉറപ്പെന്നും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഉറപ്പ്. CPIM നേതാക്കൾക്ക് വിമർശനം. കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയാമോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. വിധി നടത്തിപ്പിന് 2 ആഴ്ച സാവകാശം ലഭിച്ചതിനാൽ CPIM നേതൃത്വത്തിലുള്ള സമരസമിതിയുടെ സമരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. കുടിയൊഴിപ്പിക്കൽ തടയാൻ ജനകീയ പ്രതിരോധം തുടരുമെന്ന് പ്രഖ്യാപനം. പ്രദേശത്ത് റീസർവേ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പുരോഗമിക്കുന്ന കേസിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ, കൊച്ചി.